ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ സൈബർ സെല്ലോട്ടൊന്ന് കണക്ട് ചെയ്തോ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഷെയ്ൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഷെയ്ന് ഒരു സർപ്രൈസ് കൊടുക്കണം. അങ്ങനെയൊക്കെ വഴിയില്ല. ഞങ്ങൾ വന്നപ്പോ തന്നെ ഷെയ്ൻ സർപ്രൈസ്ഡ് ആയി. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് വീഡിയോ പുറത്തു വരുമ്പോ അതിന്റെ അടി വന്ന് നോക്കണം ഞങ്ങളുടെ സപ്പോർട്ട്. നമുക്കറിയാലോ. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ അടുത്ത് ചോദിച്ചു റിപ്ലൈ കിട്ടിയോ? അപ്പൊ പുള്ളി പറഞ്ഞു റിപ്ലൈയോ വെറുതെ സീൻ മോനെ, വാട്സാപ്പിൽ സീൻ മോനെ. ഈ ഇളയപ്പന്റെ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പോ കണ്ടോ. നിഗം ആക്ച്വലി സിനിമയിൽ വരുമ്പോൾ ഷെയ്ൻ നിഗമിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിച്ച് ഷൈൻ ചെയ്ത് ഷൈൻ നിഗമാകുക എന്നുള്ളതാണ്. പക്ഷെ മലയാളം ഇൻഡസ്ട്രി വിചാരിച്ച് ഷെയ്ൻ നീക്കാം എന്ന് ബാൻ ചെയ്തിട്ട്. ഞാനും അടിക്കാൻ സുഖമായിട്ടൊരെണ്ണം പറയാം. ഷെയ്ൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തീരെ മാർക്ക് കുറവുള്ളപ്പോൾ ഷെയ്ൻ്റെ അടുത്ത് ഷെയ്ൻ്റെ അമ്മ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഷെയ്ൻ നിഗം. ഇത് നിനക്കെന്താ അസുഖം? എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. ഇപ്പൊ ലാലേട്ടന്റെ വിരലുകൾ അഭിനയിക്കും എന്നൊക്കെ പറയുന്ന പോലെ അതിനും അപ്പുറത്ത് ഷെയ്ൻ ബ്രോ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഷെയ്ൻ ബ്രോയുടെ പേരെന്താവും? എന്താവും? ഷെയ്ൻ നഖം. എന്ത് ചീഞ്ഞ കോമഡിയാണ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട കേട്ടാ. ഇനി അഥവാ പടമൊക്കെ പൊട്ടി ഷെയ്നാകെ ഡാർക്കായി വെള്ളം അടിച്ച് ഓടയിൽ വീണാൽ നമ്മൾ എന്ത് പറയും? ഇല്ല, ട്രെയിൻ നിഗം. വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാ. ഇത് കൂടി കേട്ടിട്ട് പോയാൽ മതി. ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. ആക്ച്വലി നമ്മുടെ ഈ അവസ്ഥ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടാവും. എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അപ്പൊ അതിനെന്ത് പറയും? എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഈ പെയിനും പിടിച്ചോണ്ട് ഷെയ്ൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി സ്പെയിനിൽ പോയാൽ നമ്മൾ എന്ത് വിളിക്കും? എന്നാണോ പ്രശ്നം? ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല.